കടൽ മണൽ ഖനനത്തിനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ ഫിഷറീസ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തീരദേശ ഹർത്താൽ പുരോഗമിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെയും നാടിനെയും ബാധിക്കുന്ന ഖനന പ്രക്രിയയിൽ നിന്ന് കേന്ദ്ര സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ടാണ് ഹർത്താൽ. പ്രമുഖ തൊഴിലാളി സംഘടനകളെല്ലാം ഹർത്താലിന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കടൽ ഖനനത്തിനെതിരെയുള്ള തീരദേശ ഹർത്താൽ ശക്തികുളങ്ങര ഹാർബറിലും പൂർണ്ണമാണ്. കാരണം ഇപ്പോൾ ഈ സമയത്ത് ഇങ്ങനെയല്ല കടൽ കിടക്കേണ്ടുന്നത്. കാരണം നിരവധി വള്ളങ്ങൾ മീനുകളൊക്കെ ആയി തിരിച്ചു വരേണ്ട ഒരു സമയമാണ്. ദൂരെ നീണ്ടകര ഹാർബറിന്റെ ഭാഗം ഉൾപ്പെടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടെയെല്ലാം തന്നെ മത്സ്യബന്ധന ബോട്ടുകൾ ഉൾപ്പെടെയുള്ളവ കരയ്ക്ക് അടുപ്പിച്ചുകൊണ്ട് ആളുകളെല്ലാം തന്നെ പ്രതിഷേധത്തിന് പൂർണ്ണ ഒരു പിന്തുണ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഹർത്താലിന്. ഇത് ഈ ബോട്ട് മത്സ്യബന്ധനത്തിന് പോകാതിരിക്കുക എന്നുള്ളത് മാത്രമല്ല, മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയിലെ പൂർണ്ണമായിട്ടും അവർ ഈ ജോലികളിൽ നിന്നെല്ലാം വിട്ട്, അതായത് തീരദേശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരും ഇതിനെ പൂർണ്ണമായും സഹകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനം. കൊല്ലത്തെയാണ് ഇത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത്. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഖനനം വരുന്ന മേഖലകളിലൊന്ന് കൊല്ലം പരപ്പ് വരുന്ന ഈ ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധം ശക്തമായിക്കൊണ്ട് കൊല്ലത്തും ഇപ്പോൾ ആയിരിക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ ചേരുകയും ചെയ്യുന്നുണ്ട്. ഖനനത്തിന്റെ അതായത് ടെൻഡറിന്റെ അവസാന ദിവസമാണ് ഇത്തരത്തിലൊരു ഹർത്താലുമായി മുന്നോട്ട് പോകുന്നത്. എന്താണ് നമ്മുടെ ഒരു പ്രതീക്ഷ? ഇത് ഞങ്ങൾ ജീവൻ കൊടുത്തും ഇതിനെ ഞങ്ങൾ നേരിടും. കാരണം 15 ലക്ഷത്തോളം തൊഴിലാളികൾ പണിയെടുക്കുന്ന ഒരു മേഖലയാണിത്. ഈ മേഖലയിൽ ഇവിടുത്തെ കരിമണൽ കണ്ടുകൊണ്ട് മാത്രം ആണ് ഈ കോർപ്പറേറ്റുകൾക്ക് കേന്ദ്ര ഗവൺമെൻറ് ഇത് അനുവദിച്ചിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടത്തിലേക്ക് തന്നെ നയിക്കും. ആ രീതിയിലേക്ക് തന്നെ ഞങ്ങൾ ഒരു മാസമായി സമരം തുടങ്ങി. സമരം ഓരോ ദിവസവും കഴിയും തോറും ശക്തി പ്രാപിച്ചുകൊണ്ട് വരികയാണ്. വിവിധ സംഘടനകൾ ഞങ്ങളോട് കൂടിച്ചേർക്കുന്നുണ്ട്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നു ചേർന്നുകൊണ്ട് മത സൗഹാർദ്ദത്തോടു കൂടി തന്നെ എല്ലാ സംഘടനകളും എല്ലാ യൂണിയനുകളും ഞങ്ങളോട് അനുഭവം പ്രകടിപ്പിച്ച് ഈ സമരത്തിലാണ്. ഈ ഒറ്റക്കെട്ടായി നമ്മളെല്ലാം സമരമായി മുന്നോട്ട് വന്നത് ഒറ്റക്കെട്ടായിട്ട് തന്നെ ഈ സമരമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോയി. ഞങ്ങൾ ഏത് റിസ്ക് എടുത്തായാലും ഞങ്ങൾ ചെയ്യിക്കത്തില്ല. ഞങ്ങൾ ജനിച്ചു വളർന്ന മണ്ണാണ് ഞങ്ങളിവിടെ തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞങ്ങളുടെ തൊഴിൽ മേഖല ഈ തൊഴിൽ മേഖല നഷ്ടപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ വേറെ എവിടെ പോയി ജീവിക്കും? ഞങ്ങൾക്ക് വേറെ തൊഴിലില്ല. ഒന്നാമത് മീനൊക്കെ ഇപ്പോൾ കുറവാണ്. അതിനിടയ്ക്ക് ഇതുകൂടെ ഇപ്പോൾ പണി മോശമാണ്. എന്നാൽ ബോട്ട് പോയിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. എന്നാലും ഈ ഒരു മേഖല ഉണ്ടെങ്കിൽ മാത്രമേ ഇവിടെ എല്ലാവർക്കും ജീവിക്കാൻ പറ്റത്തുള്ളൂ. പ്രത്യേകിച്ച് വേറൊരു പണിക്ക് ആരും ഈ നിൽക്കുന്നവരാരും വേറൊരു പണിക്ക് പോകുന്നവരല്ല. ഇതുമായിട്ട് തന്നെ ബന്ധപ്പെട്ട് 30 വർഷം 40 വർഷമായിട്ട് എല്ലാവരും ജോലി ചെയ്യുന്നവരാണ്. ഇനി വേറെന്ത് പണിക്ക് പോകും ഞങ്ങൾ? ആളുകൾ അത് തന്നെയാണ് പറയുന്നത്. കാര്യം അവർക്ക് ഇതല്ലാതെ മറ്റൊരു തൊഴിൽ അറിയില്ല. 3-4 പതിറ്റാണ്ട് 5 പതിറ്റാണ്ടൊക്കെയായി അവർ ചെയ്യുന്നത് ഈ ഒരു ജോലി തന്നെയാണ്. അപ്പോൾ അവർക്ക് അവരുടെ ഒരു ജീവൻ മരണ പോരാട്ടമാണ്. ജീവൻ കൊടുത്തും ഈ കടൽ മണൽ ഖനനത്തിനെതിരെ അവർ പ്രതിഷേധിക്കാനും അതിനെ എതിർക്കാനും തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്.